സ്വിച്ചിട്ട കറണ്ട് വരും, ഇടിവെട്ടിയ മിന്നൽ വരും, മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ വേല് വരുവടാ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് എല്ലാവരും ഉഡായിപ്പാണ്, ഫേക്കാണെന്നൊക്കെ പറയുന്ന കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പം ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. സോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന പ്രൊമോഷൻസൊക്കെ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതൊക്കെ ഉഡായിപ്പാണ്, ഇത് ചെയ്തിട്ടൊന്നും അല്ല ഇങ്ങനെയൊന്നും ചേഞ്ച് വന്നിട്ടുള്ളത് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്, ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇവര് കൊളാബറേഷൻ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴേ ഞാൻ അയക്കുന്ന റിപ്ലൈ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആ പ്രോഡക്റ്റ് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇപ്പോൾ പിമ്പിൾസോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡള്ളാവുക അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ ആ കൊളാബറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് ഒരു 2 വീക്സ് ഒരു 3 വീക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം, മിനിമം ഞാൻ 2 വീക്സ് എങ്കിലും യൂസ് ചെയ്തിട്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്കിൻ അത്ര ക്ലിയർ ഒന്നും അല്ല. ഞാൻ പറയുന്നത് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിലെ ഡാർക്ക് പാച്ചസും ഈ ആക്നെ മാർക്സും ഒക്കെ കുറച്ച് ഡള്ളാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. ടാൻ റിമൂവലിൻ്റെയാണ് പറയുന്നത്. ഞാൻ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞ് ട്രൈ ചെയ്തിട്ട് വല്ല പ്രശ്നം പറ്റിക്കാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവാത്തത്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, മാമാമിയാക്കിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റില്ല. അത് ഞാൻ വീഡിയോയിലായിട്ട് പറഞ്ഞില്ല, പക്ഷെ ഞാൻ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രൈ സ്കിന്നിന് പറ്റൂല എന്ന്. അത് ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നിന് പറ്റുന്നതാണ്. സോ അത് കുറച്ച് ഡ്രൈ ആക്കുക ചെയ്യുക. പിന്നെ അപ്പോൾ ഡ്രൈ സ്കിൻ ഞാൻ യൂസ് ചെയ്താൽ പിന്നെ ഡ്രൈ ആവുക ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇന്നൊരു സെറത്തിൻ്റെയോ ഫേസ് വാഷിൻ്റെയോ വീഡിയോ ചെയ്താൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാനത് വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഞാനിത് യൂസ് ചെയ്യാതെ പറയാറില്ല, പക്ഷെ പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് നമുക്ക് ഒരു ചേഞ്ച് വന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുക. അപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ഇവർ പറയും ഇത് ഇനിയും റീ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ പിന്നെ റീ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ പ്രോഡക്റ്റ് കിട്ടി അത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതും ഇങ്ങനെ 1 or 2 വീക്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ എഡിറ്റിംഗ് ഇങ്ങനെ കഴിയുന്നില്ല, ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒറ്റ സ്ട്രെച്ച് തന്നെ അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം സെറ്റാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ആ ടൈമിലായിരിക്കും ചിലപ്പോൾ സെറ്റാവുക. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2 പ്രോഡക്റ്റിൻ്റെ സെയിം ടൈമിലാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാതെയാണ് റിവ്യൂ ഇടുന്നതെന്ന് ആരും വിചാരിക്കരുത്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫേസിന് ഒരു പ്രോബ്ലം ഇല്ലാതെ കിട്ടുന്നത് മാത്രമേ ഞാനിത് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫേസിന് എന്തെങ്കിലും പ്രോബ്ലം കിട്ടിയിട്ടുള്ള ഒരു സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ഓരോരുത്തരും സ്കിൻ കെയർ വീഡിയോസൊക്കെ കാണുന്ന തന്നെ അവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ നല്ല ഫേസ് നല്ല ക്ലിയർ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ആരും അങ്ങനത്തെ ഒരു ചതി ഞാൻ ചെയ്യില്ല. പക്ഷെ ഇത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരോട് ഞാൻ ഇനി എന്താ ചെയ്യാൻ? നീ അവർ യൂസ് ചെയ്യേണ്ട, അത്ര വിശ്വാസമില്ലാത്തവരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട. വെറുതെ എന്തിനാണ് കമൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ശരിയാണ്, ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി മാത്രം കൊളാബറേഷൻ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അങ്ങനെ ചെയ്യാത്തവരും കൂടി അടക്കി അങ്ങോട്ട് പറയരുത്. പിന്നെ ചില പ്രോഡക്റ്റ് ചിലർക്ക് പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ സ്കിന്നിൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത സാധനമാണ്. എൻ്റേതെന്ന് വെച്ചാൽ കുറച്ച് ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതിന് പറ്റുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ വേറെ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് പറ്റുന്നുണ്ടാവില്ല. സോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, കൊളാബറേഷൻ ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.